ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലീഗൽ ലെക്ചേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദു ലോയെ കുറിച്ചാണ്. ഹിന്ദു ലോ എന്നത് ഒരു പേഴ്സണൽ ലോ ആണ്. 3 തരം പേഴ്സണൽ ലോ ആണ് ഇന്ത്യയിലുള്ളത്: ഹിന്ദു ലോ, മുസ്ലിം ലോ ആൻഡ് ക്രിസ്ത്യൻ ലോ. ഇതിൽ ആദ്യത്തെ ലോ നമ്മൾ പഠിക്കുന്നത് ഹിന്ദു ലോ ആണ്. ഫ്രം thousands of years, people living in the Indian subcontinent have been leading their lives by following the guidelines and concepts given in the Vedas. These guidelines have evolved in rules followed by the people and enforced by the rulers and have thus become de facto law. In these modern times, the same laws have been retrofitted to suit present condition and have been codified in the form of several acts, of which the important ones are Hindu Marriage Act 1955, Hindu Adoption and Maintenance Act 1956, Hindu Minority and Guardianship Act 1956, and Hindu Succession Act 1956. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായ വേദാസിലും മറ്റ് ഗൈഡ് ലൈൻസ് ആൻഡ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഹിന്ദു ലോ കോഡിഫൈഡ് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഹിന്ദു ലോ, ഹിന്ദു മാരേജ് ആക്ട് 1956, ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ആൻഡ് സക്സഷൻ ആക്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഹിന്ദു ലോയുടെ സോഴ്സസ് നോക്കുകയാണെങ്കിൽ മെയിനായി 2 സോഴ്സസ് ആണുള്ളത്: ആൻഷ്യൻ സോഴ്സസും മോഡേൺ സോഴ്സസും. ആൻഷ്യൻ സോഴ്സസ് നോക്കുകയാണെങ്കിൽ ശ്രുതി, വേദാസ്, സ്മൃതീസ്, ഡൈസ് ആൻഡ് കമൻട്രീസ്, കസ്റ്റംസ്. അതേസമയം മോഡേൺ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കൺഷ്യസ്, ലെജിസ്ലേച്ചർ ആൻഡ് പ്രീസിഡൻസ്. ആൻഷ്യൻ സോഴ്സസ് നോക്കാം. ശ്രുതി. It literally means that which is heard. The word Shruti is derived Sanskrit from the root shru, which means to hear. The Shrutis consist of 4 Vedas. Rig Veda, it is of oldest origin and consists of hymns of praise of natural forces. Yajurveda, it contains rituals and sacrifice mantras. Samaveda contains verse to be chanted by seers. Atharva Veda, it is devoted to magic spells and incantations. Shrutis also consist of 6 Vedas. The Vedangas are ancillary disciplines of Hinduism that developed in ancient times and released to the study of Vedas. And 18 Upanishads deals chiefly with religious rites and means of attaining true knowledge or moksha. ആൻഷ്യൻ സോഴ്സസിലെ ആദ്യത്തെ ഭാഗമായ ശ്രുതി. ഈ വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് ഇസ് ഹിയർഡ് എന്നാണ്. ശ്രു എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ശ്രുതി ഉത്ഭവിച്ചിട്ടുള്ളത്. അതിന്റെ മീനിങ് ടു ഹിയർ എന്നാണ്. അതുപോലെ ശ്രുതിയിൽ 4 വേദാസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. അതുപോലെ 6 വേദാംഗാസും അതുപോലെ തന്നെ 18 ഉപനിഷത്തുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്മൃതി നോക്കാം. ലിറ്ററൽ മീൻസ് what is remembered. It can be said that Smriti are a written memory of knowledge of the sages. The Smritis are believed to have originated from divine inspiration, not as direct words from God, but as repositories of the wisdom and knowledge that sages recalled from their spiritual insight. Smritis are of 2 kinds. Dharma Sutras. It consists of short statements formulating broad and general principle of common sense and justice. Dharma Shastra. It comprises of a variety of commentaries and treatises. The Smriti encompasses guidance on individual duties, responsibility and ethical conduct within oneself, towards one's family and as a contributing member of society. സ്മൃതി എന്ന വേർഡിന്റെ ലിറ്ററൽ മീൻ വാട്ട് ഈസ് റിമെമ്പർ എന്നാണ്.
ഇതൊരു ഡിവൈൻ ഇൻസ്പിറേഷനായാണ് കണക്കാക്കുന്നത്. ഡയറക്ട്ലി ഗോഡിൽ നിന്നല്ല ഈ വേർഡ്സ് ലഭിച്ചിരിക്കുന്നത്, മറിച്ച് സേജസിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അവരുടെ സ്പിരിച്വൽ ഇൻസൈറ്റിൽ നിന്ന് ലഭിച്ചതാണ് സ്മൃതി എന്ന് കണക്കാക്കുന്നു. സ്മൃതി 2 ടൈപ്പാണുള്ളത്, പ്രോസ് സ്റ്റൈലും പോയിട്രി സ്റ്റൈലും. ധർമ്മസൂത്രയാണ് പ്രോസ് സ്റ്റൈൽ. അത് പറയുന്നത് ചെറിയ ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഫോർമുലേറ്റിംഗ് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ സെൻസ് ആൻഡ് ജസ്റ്റിസ് ആണ്. അതുപോലെ ധർമ്മസൂത്രാസ് അഥവാ പോയിട്രി സ്റ്റൈൽ എന്ന് പറയുന്നത് കമന്ററീസ് അതുപോലെ ട്രീറ്റീസ് അങ്ങനെ ഉൾപ്പെട്ടതായിരിക്കും. സ്മൃതീസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മനുസ്മൃതി, യജ്ഞവൽക്ക സ്മൃതി, നാരദ സ്മൃതി ആൻഡ് പരശർ സ്മൃതി. ഡൈജസ്റ്റിംഗ് കമന്ററീസ് നോക്കാം. ഫോളോയിങ് സ്മൃതി, the next stage in the evolution of Hindu law involves the creation of commentaries and digests. The expounded upon the techniques and principles found in Smritis. The 2 principal commentaries are Midakshara, a commentary on Yajnavalkya Smriti by Vigneshwara Dayabhaga. It is a treatise written by Jimuddavahana which primarily focus on inheritance procedure. അടുത്ത ancient source ആണ് custom. Custom and practice have significantly influenced the development of legal system around the world. Hindu law was well placed signify emphasis on them. Section 3 Clause A of Hindu Marriage Act 1955 mention it as custom and usage signifies any rule which having been continuously and uniformly observed for a long time has obtained the force of law among Hinduism in any local area, tribe, community, group or family, provided that the rule is certain and not unreasonable or opposed to public policy, and provided further that in the case of a rule applicable only to a family, it has not been discontinued by the family. A custom, in order to be binding, must be it long and continuous usage have. Custom അഥവാ യൂസേജ് ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 3 ക്ലോസ് എയിൽ വിശദമായി പറയുന്നുണ്ട്. കസ്റ്റം എന്നത് ഒരിക്കലും ഒരു പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആവാൻ പാടില്ല. അതുപോലെ അത് പിന്തുടരുന്ന ഒരു ലോക്കൽ ഏരിയ അല്ലെങ്കിൽ ട്രൈബ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ഗ്രൂപ്പ് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വന്നിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് അതിനെ ബ്രേക്ക് ചെയ്തിരിക്കാൻ പാടില്ല. കസ്റ്റം എന്നത് ഒരു ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ആയിരിക്കണം. അത് ഒരിക്കലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് ആയിരിക്കാൻ പാടില്ല. The Shrutis and Smritis are supposed to be larger based upon customary law. On matters not included under Shruti and Smriti, custom played a vital role in determining the laws laid down in that time. No custom can be binding upon society if it is opposed to public policy nor immoral usage be participated and continued anymore. Even if they practiced by a section of community, they cannot be enforced by any court of law. ശ്രുതീസിലും സ്മൃതീസിലും വിശദമാക്കാത്ത പല ഭാഗങ്ങളിലും കസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കസ്റ്റം പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആവാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലാർജർ ടൈം പീരിയഡിൽ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അതിനെ ലീഗലി വാലിഡ് ആക്കാനായി കഴിയില്ല. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കസ്റ്റം. Antiquity. A custom must be ancient or in use since time immemorial so that it may be considered as a valid binding custom. Certainty. The custom has to be clearly defined. It cannot be vague and confusing. Reasonable. A custom should be considered sufficiently reasonable as long as it aligns with the fundamental principle of morality within the jurisdiction of the state where it is practiced. Conformity with law and public
morality. A custom must not be go against public policy and law of the land. If the law make it forbidden, it will not be considered a valid custom. ആൻഷ്യൻ സോഴ്സസ് നോക്കി അടുത്തതായി നമുക്ക് മോഡേൺ സോഴ്സസ് നോക്കാം. ഹിന്ദു ലോ ഹാസ് ബീൻ greatly influenced by the British rule. While it might seem that the British brought with them the modern concept of equity and justice, these concepts existed even in Dharma Shastras, albeit in a different form. Narada and Katyayana have mentioned the importance of Dharma in delivering justice. However, we did not have a practice recording the cases and judgments delivered, so it was not possible to apply statutes. This process stated from the British rule. മോഡേൺ സോഴ്സസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കോൺഷ്യസ്നെസ് ആണ്. ഇക്വിറ്റി മീൻസ് ഫെയർനെസ് ഇൻ ഡീലിംഗ്. മോഡേൺ ജുഡീഷ്യൽ സിസ്റ്റം ഗ്രേറ്റ്ലി റിലൈ ഓൺ ബീയിങ് impartial. True justice can only be delivered through equity and good consciousness. In a situation where no rule is given, a sense of reasonableness must prevail. According to Gautama, in such situation, the decision should be given that is acceptable to at least 10 people who are knowledgeable in Shastras. Yajnavalkya has said that wherever there are conflicting rules, the decision must be based on Nyaya. This principle has been followed by the Privy Council while deciding cases. അടുത്ത സോഴ്സാണ് പ്രസിഡന്റ്. The doctrine of statutory started in India from the British rule. All cases are now recorded and new cases are decided on base existing case laws. Today, the judgment of Supreme Court is binding on all courts across India, and judgment of High Court is binding on all courts in that state. Legislation. In modern society, this is the only way to bring in new laws. The Parliament, in accordance with the needs society, constitute new laws. For example, a new way of performing Hindu marriages in Tamil Nadu that got rid of rituals and priests was rejected by Supreme Court on the basis that new custom cannot be invented. However, in later passed an act that recognized these marriages also. Most of the Hindu laws have now been codified as more mentioned in beginning. Two major schools of Hindu law ആണ് ഉള്ളത്, മിതാക്ഷര and Dayabhaga. Midakshara and Dayabhaga are the two important schools of Hindu law which have given us the required information about the present legislated laws. Midakshara school നോക്കാം. Midakshara is one of the most important school of Hindu law. It is running commentary of Smriti written by Yajnavalkya. This school is applicable in the whole part of India except in West Bengal and Assam. The Midakshara has a very wide jurisdiction. However, different parts of the country practice law differently because of different customary rules followed by them. Midakshara സ്കൂൾ ഓഫ് ഹിന്ദു ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് ഹിന്ദു ലോ ആണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് യജ്ഞവൽക്ക സ്മൃതിയിലെ കമൻറ്ററീസ് ആണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ആൻഡ് അസം ഒഴികെ ഇന്ത്യയൊട്ടാകെ ഈ മിതാക്ഷര ലോ സ്കൂൾ വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പാർട്സിൽ ഈ സ്കൂൾ ഓഫ് ലോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ കസ്റ്റമറി റൂൾസ് വ്യത്യസ്തമായതുകൊണ്ട് അത് ഓരോ ഭാഗത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമാണ്. Midakshara is further divided into 5 sub-schools, namely as following: Banaras Hindu Law School, Mithila Law School, Maharashtra Law School, Punjab Law School, Dravida or Madras Law School. These law school comes under the ambit of Midakshara Law School. They enjoy the same fundamental principle but gives preference to certain treaties and commentaries which control the
certain passage of മിതാക്ഷര. മിതാക്ഷര ലോ സ്കൂളിലെ ഫെർദർ 5 സ്കൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബനാറസ് ലോ സ്കൂൾ. ദിസ് ലോ സ്കൂൾസ് കംസ് അണ്ടർ ദ അതോറിറ്റി ഓഫ് മിതാക്ഷര ലോ സ്കൂൾ ആൻഡ് കവേഴ്സ് നോർത്തേൺ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഒറീസ, വിരമിത്രോയ, നിരായ സിന്ധു ആൻഡ് വിവധ ആർ some of its major commentaries. Mithila Law School. This law school exercises its authority in the territorial parts of the Tripur and North Bihar. This law school provides the North. The major commentaries of the schools are Vivadanaka, Vivada Chintamani and Smriti Sara. Maharashtra or Bombay Law School. The Maharashtra Law School has authority to exercise its jurisdiction over territory. Parts include Gujarat, Karnataka and parts where the Marathi language is proficiently spoken. The main authorities of these schools are Vyavahara, Mayukha, Virmitroyada, etc. Madras Law School. This law school tends to cover the whole southern part of India. It also exercises its authority under Midakshara Law School. The main authority of schools are Smriti Chandrika and Vaijayanti, etc. Punjab Law School. This law school was predominantly established in East Punjab. It had established its own customs and traditions. The main commentaries of the schools are Varmitrodaya and its established customs. Daibaka School നോക്കാം. Daibaka School predominantly prevail in Assam and West Bengal. The also one of the most important school of Hindu laws. It is considered to be text for the leading Smritis. Its primarily focus was to deal with partition, inheritance and joint family. According to Kani, it was inoperated in between 1090 to 1130 AD. Daibaka school was formulated with a view to eradicate all the other absurd and artificial principle of inheritance. The immediate benefit of this new text is that it tend to remove all the shortcoming and limitation of the previously established principle and inclusion of many cognates in the list of heirs, which was restricted by the Midakshara school. Daibaka School of Hindu Law അസാമിലും വെസ്റ്റ് ബംഗാളിലുമാണ് ഉണ്ടായിരുന്നത്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാർട്ടീഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് ജോയിന്റ് ഫാമിലിയാണ്. അതുപോലെ തന്നെ ദയബക സ്കൂൾ ഓഫ് ഹിന്ദു ലോ കുറച്ചുകൂടി ലിമിറ്റേഷൻസ് കുറയ്ക്കാനായി ശ്രമിച്ചിട്ടുണ്ട് മിതാക്ഷര സ്കൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ കോഗ്നേറ്റ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ദയബക സ്കൂൾ ഓഫ് ഹിന്ദു ലോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. In Daibaka school, various other commentaries were followed, such as Dayataya, Dayakaram, Sankara, Virmitrodaya, Dattaka Chandrika. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ ലോ ആണ് പഠിച്ചത്, ഹിന്ദു ലോ. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. അതുപോലെ തന്നെ ഹിന്ദു ലോയുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. Thank you for watching this video. If you found this video helpful, don't forget to like, share and subscribe for more legal insights.